കരുവന്നൂർ കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികൾക്ക് ജാമ്യം. ഇഡി കേസിലെ വിചാരണ ഉടനൊന്നും തുടങ്ങാൻ സാധ്യതയില്ലെന്ന് കണ്ടാണ് പ്രതികൾക്ക് ജാമ്യം നൽകിയത്. കരുവന്നൂർ കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിനും കിരണിനും ഹൈക്കോടതി ജാമ്യം നൽകി. കണ്ടല കേസിൽ പാസുരാങ്ങന്റെ മകൻ അഖിൽജിത്തിനും ജാമ്യം ലഭിച്ചു. വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, ഇത്തരം കേസുകളൊക്കെ വിചാരണ നടപടികൾ നീണ്ടുപോകുന്നത് കൊണ്ട് തന്നെ അത്തരം കേസുകളിൽ ഉൾപ്പെടുന്ന ആരോപണവിധേയരായവർക്ക് ജാമ്യം നൽകാം എന്നുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണോ ഹൈക്കോടതി ഇപ്പോൾ ഇങ്ങനെ പരിഗണിക്കുന്നത്? മാർഷൽ, പ്രമാദമായ കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായിരുന്ന 1ഉം 2ഉം പ്രതികളായ പി സതീഷ് കുമാർ, പി കിരൺ എന്നിവർക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ സെന്തിൽ ബാലാജി കേസിലെ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതായത് ഏതാണ്ട് 1.5 വർഷക്കാലമായി ഇരുവരും റിമാൻഡിൽ കഴിയുകയായിരുന്നു. വിചാരണ ഇനിയും തുടങ്ങിയിട്ടുമില്ല. ഈ സാഹചര്യം പരിഗണിച്ചാണ് ഇരുവർക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ഒപ്പം കണ്ടല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ ഭാസുരാങ്ങന്റെ മകൻ അഖിൽജിത്തിനും ഇതേ മാനദണ്ഡത്തിൽ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അതേസമയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി വിശദമായ കുറ്റപത്രത്തിന്റെ അടുത്ത ഘട്ടം സമർപ്പിക്കാനിരിക്കുകയാണ്. CPM മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയായ കെ രാധാകൃഷ്ണൻ MPയോട് ഏപ്രിൽ മാസം 8-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയായതിനു ശേഷം കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് ഇഡി ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും ഇതിനൊക്കെ കുറെ കൂടി കാലതാമസം വരും. ഈ ഒരു സാഹചര്യം പരിഗണിച്ചാണ് ഈ രണ്ടുപേർക്കും കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ സതീഷ് കുമാറിനും പി കിരണിനും ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. അതേസമയം ഈ 1.5 വർഷക്കാലമായി ഇരുവരും റിമാൻഡിൽ കഴിയുകയായിരുന്നു. ഈ വായ്പാ തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രണ കേന്ദ്രം അല്ലെങ്കിൽ ബുദ്ധി കേന്ദ്രം പി സതീഷ് കുമാറാണ് എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. കണ്ണൂർ സ്വദേശിയാണ് സതീഷ് കുമാർ. അദ്ദേഹം തൃശ്ശൂരിൽ ചെറുകിട ബിസിനസ്സുകളുമായി വന്ന് താമസമാക്കിയ ആളാണ്. പിന്നീട് വലിയ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടായി, സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടായി. ഇവയൊക്കെ തട്ടിപ്പിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയായിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്.